പത്തനംതിട്ടയിൽ ബിജെപി മുൻ സംസ്ഥാന സെക്രട്ടറി എ.ജി. ഉണ്ണികൃഷ്ണനും 100ഓളം പ്രവർത്തകരും കൂട്ടത്തോടെ സിപിഐഎമ്മിൽ ചേർന്നു. സ്വീകരണ പരിപാടി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളെ ആർഎസ്എസ് വർഗീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് കോടിയേരി ആരോപിച്ചു. ബിജെപിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്ന എ.ജി. ഉണ്ണികൃഷ്ണനും 100ഓളം പ്രവർത്തകരുമാണ് സിപിഎമ്മിലേക്ക് എത്തിയത്. പ്രവർത്തകർക്ക് വൻ സ്വീകരണമാണ് പത്തനംതിട്ടയിൽ സിപിഎം ഒരുക്കിയത്. സംസ്ഥാനത്ത് ആർഎസ്എസിന്റെ അടിത്തറ ഇളകിയെന്നും അതിനാലാണ് സിപിഎമ്മിനെ ഹിന്ദുവിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കാൻ ആർഎസ്എസ് ശ്രമിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ക്ഷേത്രങ്ങളെ വർഗീയ പ്രചരണത്തിനായി ബിജെപി ഉപയോഗിക്കുന്നുവെന്നും കോടിയേരി ആരോപിച്ചു. വിശ്വാസികളെല്ലാ വിശ്വാസികളുടേതാണ് ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആർഎസ്എസ് വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ സ്ഥലത്തും ആർഎസ്എസിന്റെ പ്രവർത്തന കേന്ദ്രം ക്ഷേത്രങ്ങളാണ്. ബിജെപി നേതൃത്വവുമായുള്ള കടുത്ത ഭിന്നതയെ തുടർന്ന് എ.ജി. ഉണ്ണികൃഷ്ണൻ നേരത്തെ തന്നെ പാർട്ടി വിടാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് സിപിഎമ്മുമായി അടുത്ത ഉണ്ണികൃഷ്ണൻ സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യുവസാഗരം പരിപാടിയിലും പങ്കെടുത്തിരുന്നു. ഇതോടെയാണ് വൻ സ്വീകരണ പരിപാടിയൊരുക്കി കരുത്ത് തെളിയിക്കാൻ സിപിഎം തീരുമാനിച്ചത്. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത കുമ്മനം രാജശേഖരനാണ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പ്രഖ്യാപിച്ചതെന്ന് എ.ജി. ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു. ഇന്നത്തെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ആ ബിജെപിയുടെ മെമ്പർഷിപ്പ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും രാഷ്ട്രീയ വിദ്യാർത്ഥികളായ ആരും തന്നെ സംശയിക്കത്തില്ലേ? അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഇല്ലേ? വരും ദിവസങ്ങളിലും ബിജെപിയിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ സിപിഎമ്മിലേക്ക് വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. റിപ്പോർട്ടർ, പത്തനംതിട്ട.